യാക്കോബായ സഭയെ ഇനി ജോസഫ് മാർ ഗ്രിഗോറിയോസ് നയിക്കും. യാക്കോബായ സഭാ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പാത്രിയാർക്കീസ് ബാവ വിശ്വാസികളെ അറിയിച്ചു. സഭാധ്യക്ഷനായിരുന്ന ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ കാലം ചെയ്തതോടെയാണ് പുതിയ അധ്യക്ഷനെ നിയോഗിക്കുന്നത്. ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് കാതോലിക്ക ബാവയുടെ വിൽപത്രത്തിൽ തന്റെ പിൻഗാമിയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അരുൺ ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ, ഇപ്പോൾ പാത്രിയാർക്കീസ് ബാവയുടെ അറിയിപ്പ് വരുന്നുണ്ട്. എപ്പോഴായിരിക്കും ഔദ്യോഗികമായ പ്രഖ്യാപനം? കാലം ചെയ്ത കാതോലിക്ക ബാബയുടെ പകരക്കാരനായിട്ട് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ തലവനാകുമെന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പാത്രിയാർക്കീസ് ബാവയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. എല്ലാവരും അദ്ദേഹത്തിന്റെ പേരാണ് ശുപാർശ ചെയ്തത് എന്നുള്ളതാണ് പാത്രിയാർക്കീസ് ബാവ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ സ്ഥാനാരോഹണം സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. അത് പിന്നീടായിരിക്കും അതിന്റെ സമയക്രമം പ്രഖ്യാപിക്കുക. സഭയിലെ എല്ലാവരും ഗ്രിഗോറിയോസിന്റെ പേരാണ് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് പാത്രിയാർക്കീസ് ബാവ ഇന്ന് കുർബാന നടത്തുന്നതിനിടയിൽ അറിയിച്ചത്. ഇതിന്റെ സ്ഥാനാരോഹണം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത.